എനിക്ക് ചെറുപ്പം മുതലേ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ക്യാമറ എടുത്തതിന് ശേഷം ഞാൻ ആദ്യം എടുക്കുന്നത് വെഡ്ഡിംഗ് വർക്കാണ്. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും പറയുന്ന ഒരു കാര്യം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയേണ്ട, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി എന്തോ മോശം പരിപാടിയാണെന്നുള്ള ഒരു മെന്റാലിറ്റി എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ നിറച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി വേണ്ട, വേറെ എന്തെങ്കിലും നോക്കിക്കോ, എനിക്കാണെന്നുണ്ടെങ്കിൽ 3D ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഇതിലെന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തോ, ഇതൊക്കെ അറിയണമല്ലേ, അപ്പോൾ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ചെയ്യേണ്ടായിരുന്നു. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി അത്ര മോശം പരിപാടിയൊന്നുമില്ല, കാരണം ഞാൻ ഇങ്ങനെ ഇരുന്നില്ല, ഇന്നെങ്ങനെ ആക്കിയെടുത്ത് തന്നെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയാണ്. നമ്മളൊരു എഡിറ്ററോ ഡിസൈനറോ എന്തായിക്കോട്ടെ, നമ്മളൊരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആവുന്നുള്ളത്. കാരണം നമ്മൾ ഓരോ വർക്കിനും ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, ഒരുപാട് ആളുകളെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേജിൽ പോയിട്ട് ഇത്രയും സംസാരിച്ചിട്ടൊക്കെ പോസ് ചെയ്ത് നിർത്തണമൊക്കെ. ഇന്നെപ്പോലുള്ള ഒരു ഇൻട്രോവേർട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് തന്നെ ഞാനൊരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു വെഡ്ഡിങ്ങിന് എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നുള്ളത്. ഇത്രയും ആളുകളിൽ മുമ്പിൽ നമ്മളവിടെ മെയിനായി നിൽക്കുമ്പോൾ നമ്മൾ വലിയൊരു സംഭവം തന്നെയാണ്. ഇതിൽ ഒരുപാട് പേര് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സ്കൂൾ പഠിക്കുന്ന ടൈമിലൊന്നും ഞാൻ ആരോടും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് വെഡ്ഡിംഗ് വർക്കൊക്കെ എടുത്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജിൽ എല്ലാവരോടും കമ്പനി ആവാനും എല്ലാവരോടും സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്.